നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താ കണ്ടത്, കിഡ്സിന് എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആയിരുന്നു ലാസ്റ്റത്തെ. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ പ്രീക്യാപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക് ബോഡീസ് ബ്ലോക്ക് എങ്ങനെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം എന്നാണ്. പ്രീവിയസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. എന്നാലും എക്സ്ട്രീം ബിഗിന്നേഴ്സിന് എങ്ങനെയാണ് എക്സാക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം. അപ്പോൾ ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുക. ആദ്യം ഒരു പേപ്പർ എടുക്കുക, അതിന് ശേഷം റെഫറൻസ് ലൈൻ വരയ്ക്കുക. റെഫറൻസ് ലൈൻ മസ്റ്റാണ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്. ആ റെഫറൻസ് ലൈനിൽ ആദ്യം ചെയ്യേണ്ടത് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ എന്ന് പറയുന്നത് എത്രയാണ്? 9.5 ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് ഗിവ്സ് യു 4.75. അവിടെ ഒരു ലൈൻ വരയ്ക്കുക. അതാണ് നമ്മുടെ ആം ഹോൾ. അവിടെ ആം ഹോൾ മാർക്ക് ചെയ്യണം. ആം ഹോൾ എന്ന് പറയുന്നത് എത്ര വരുന്നത്? 5 ഇഞ്ചസ്. അതായത് മൊത്തം 10 ഇഞ്ചസ് ആണ്. ആം ഹോൾ ഡിവൈഡഡ് ബൈ 2 ഗിവ്സ് യു 10. സോറി, ആം ഹോൾ ഡിവൈഡ് ബൈ 2 ഗിവ്സ് യു 5. ഓക്കെ, അതിലൂടെ ക്രോസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. അതെന്ന് പറയുന്നതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ. ചെസ്റ്റ് ലൈൻ 5.25 ആണ് വരുന്നത്. ഇവിടെ ഞാൻ 5.5 മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഈസായിട്ടാണ് ഇടുന്നത്. അടുത്തത് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റ് ലെങ്ത്ത് 9 ഇഞ്ചസ് ആണ്. അപ്പോൾ 9 ഇഞ്ചസിൽ കൂടെ വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. അവിടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുക. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4. സോ അത് 5.5 ഇഞ്ചസ് ആണ് വരുന്നത്. അതിന് 1/4 ഇഞ്ച് കൂടെ കയറ്റിക്കഴിഞ്ഞാൽ 5.25. അത് ഈസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് അവിടെ വരുന്നത്. ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നതും ചെസ്റ്റ് റൗണ്ട് ബൈ 4 ആണ് കേട്ടോ മാർക്ക് ചെയ്തേക്കണം. ഞാൻ പറയാൻ ജസ്റ്റ് വിട്ടുപോയി. അപ്പോൾ സീം അലവൻസ് ഒരു ഇഞ്ച് ആഡ് ചെയ്യുക. താഴെ സീം അലവൻസ് എന്ന് പറയുന്നത് ഒരു 1/2 ഇഞ്ച് കൊടുക്കുക. നമുക്ക് ഫ്രോക്കിൻ്റെ സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യണമല്ലോ യോക്കിലേക്ക്. അപ്പം നമ്മൾ ഈ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സാധനത്തിന് പറയുന്ന പേരാണ് ബേസിക് ബോഡീസ് ബ്ലോക്ക്, അല്ലെങ്കിൽ യോക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മെഷർമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നെക്ക് വിഡ്ത്ത്. നെക്ക് വിഡ്ത്ത് ഞാൻ പറയുന്നത് എക്സാക്ട്ലി ഷോൾഡറിൻ്റെ നേരെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഷോൾഡർ എത്രയാണ്? 4.75. അതിൻ്റെ നേരെ 1/2 എടുക്കുക നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് നെക്ക് 2 ഇഞ്ച് ഡീപ്പാണ്. അപ്പോൾ ഷോൾഡർ അത്യാവശ്യം വീതിയുണ്ട്. അതായത് ഫ്രോക്കിൻ്റെ ഷോൾഡർ അത്യാവശ്യം വീതി ഉണ്ടെങ്കിൽ ആ ബാക്ക് നെക്ക് കുറച്ച് ഡീപ്പായാലും 2 ഇഞ്ചസ്, ഇവിടെ ഞാൻ 2 ഇഞ്ചസ് എടുത്തേക്കണേ. ഫ്രണ്ട് നെക്കിൻ്റെ ഡീപ്പ് ഡെപ്ത് എന്ന് പറയുന്നത് 3ഉം ബാക്ക് നെക്കിൻ്റെ 2ഉം. അപ്പോൾ ബാക്ക് നെക്ക് 3 ഇഞ്ചസ് വരെ എടുക്കാം. ഷോൾഡറിൻ്റെ വിഡ്ത്ത് കുറയ്ക്കുന്ന അനുസരിച്ച്, അതായത് ഷോൾഡർ വിഡ്ത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഫ്രോക്കിൻ്റെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് കുറയ്ക്കുന്നതനുസരിച്ച് നിങ്ങൾ ബാക്ക് നെക്കിൻ്റെ ഡെപ്തും കുറയ്ക്കണം. ഒരു 1 ഇഞ്ചൊക്കെ എടുത്താലും മതിയാവും. സ്റ്റാൻഡേർഡായിട്ട് 1 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നെക്ക് മാർക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഫ്രീ ഹാൻഡായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ആം ഹോൾ യൂസ് ചെയ്താലും ഇറ്റ് വിൽ ബി നൈസ്. അപ്പോൾ ആ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, 1 ഇഞ്ച് ഇവിടെ വിട്ടിട്ടാണ് ഞാൻ ആ മാർക്കിംഗ് കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് യു നെക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഷോൾഡർ ഒരു 1/2 ഇഞ്ച് താഴെ ആം ഹോളിൻ്റെ ലൈനിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ആം ഹോൾ അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് വെച്ചിട്ട് ആ കേർവ് വരച്ചു കൊടുക്കുക. അപ്പോൾ കേർവ് വരയ്ക്കാനായിട്ട് ആദ്യം മിഡിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് ഉണ്ടല്ലോ, അത് വിട്ട ശേഷം ബാക്കിയുള്ള ലെങ്ത് ഉണ്ടല്ലോ ആ ആം ഹോളിൻ്റെ മാർക്ക് ചെയ്ത്, അതായത് 4.5 പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അതും കട്ടിങ് ലൈനും കൂടെ അറ്റാച്ച് ചെയ്യുക. 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോളായിട്ട് വരുന്നത്. നിങ്ങൾ എക്സാക്ട്ലി വീഡിയോ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് ഒന്ന് കേർവ് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുത്തനെ വന്ന് നിന്നാലും അങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു കേർവായിട്ട് അങ്ങ് കൊടുക്കുക. പിന്നെ സീം അലവൻസ് 1 സെൻറ്റിമീറ്റർ, ആം ഹോളിന് 1 സെൻറ്റിമീറ്ററും ഷോൾഡറിനും 1 സെൻറ്റിമീറ്റർ സീം അലവൻസ് കൊടുക്കുക. നെക്കിന് ഫോർ ദ നെക്ക് ബാക്ക് നെക്ക് 1/4 ഇഞ്ച് കൊടുത്താൽ മതി. 1/4 ഇഞ്ച് സീം അലവൻസ് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താ? യോക്ക് റെഡിയാണ്, ഡ്രാഫ്റ്റിംഗ് റെഡിയാണ്. ഇനി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക് പാനലിന് അനുസരിച്ചുള്ള മെഷർമെൻറ്റ്സിന്
വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അതായത് ഫ്രണ്ട് ആം ഹോൾ വെച്ചല്ല കട്ട് ചെയ്യുന്നത്, നമ്മൾ ബാക്ക് ആം ഹോളിനനുസരിച്ചാണ് ഡ്രാഫ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കും, പക്ഷെ ഫ്രണ്ട് നെക്ക് അല്ല കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാറ്റേൺ വേറൊരു പേപ്പറിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ആം ഹോൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കേർവ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വളച്ചൊക്കെ വരച്ചേക്കല്ലേ. അപ്പോൾ ബാക്ക് ആം ഹോൾ എന്ന് പറയുന്നത് എത്ര വരുന്നുണ്ട്? ഏകദേശം ഒരു 5 ഇഞ്ച്. ഫ്രണ്ട് ആം ഹോൾ ഏകദേശം എത്ര വരുന്നുണ്ട്? ഫ്രണ്ട് ആം ഹോൾ പ്ലസ് ബാക്ക് ആം ഹോൾ ഈക്വൽ ടു ടോട്ടൽ 10 ഇഞ്ചസ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വീണ്ടും അത് ബുദ്ധിമുട്ടാവും, ആം ഹോൾ ടൈറ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എക്സ്ട്രീം ബിഗിന്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ആദ്യമായി തയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരു കട്ടിയുള്ള കലണ്ടറോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും എടുക്കുക. ഈ പാറ്റേൺ ഇതിലേക്ക്, ഈ ഫോൾഡ് ചെയ്ത് വെച്ചാണ് സൈഡ് ഉണ്ടല്ലോ അതിലേക്ക് വെക്കുക. തുണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. ഇതിന് ശേഷം ഔട്ട്ലൈൻ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഔട്ട്ലൈൻ ഏതാണ്? ബാക്ക് പാനലിൻ്റെ ഔട്ട്ലൈൻ. അതായത് നമ്മുടെ യോക്ക് പോർഷന് 2 പാനൽസ് ഉണ്ട്. ഫ്രണ്ടിലത്തെ ഭാഗവും അതായത് ഫ്രണ്ട് പാനൽ, ബാക്കിലത്തെ പോർഷൻ അതായത് ബാക്ക് പാനൽ. അപ്പോൾ ബാക്ക് പാനലിന് അനുസരിച്ചുള്ള മെഷർമെൻറ്റ്സിലാണല്ലോ ഇത് കട്ട് ചെയ്തെടുത്തേക്കണേ. അപ്പോൾ ആ ഔട്ട്ലൈൻ വെച്ചു നമ്മൾ ട്രേസ് ഔട്ട് ചെയ്തു. പിന്നെ ചെയ്യേണ്ടത് മാർക്കിംഗ് വീൽ യൂസ് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോൾ അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ട്രേസ് ഔട്ട് ചെയ്യുക. അപ്പോൾ ആ മാർക്കിംഗ് വീൽ ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? കാർബൺ പേപ്പർ യൂസ് ചെയ്യുക. കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ചുമ്മാ വരച്ചു കൊടുത്താൽ മതി, കറക്റ്റ് മാർക്കിംഗ് ആ പേപ്പറിലേക്ക് വന്നോളും. അപ്പം എനിക്ക് മാർക്കിംഗ് വീൽ ഉണ്ട്, എൻ്റെ അടുത്ത് കാർബൺ പേപ്പറും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ മാർക്കിംഗ് വീല് വെച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താലും മതി. നല്ല പെൻസിൽ വെച്ച് നല്ലപോലെ അങ്ങ് അമർത്തി കൊടുത്താൽ പോലും ആ മെഷർമെൻറ്റ് താഴെയുള്ള പേപ്പറിലേക്ക് വന്നോളും. ഇനി ഈ ഡ്രാഫ്റ്റ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോട്ടോ, നമ്മുടെ ഡ്രാഫ്റ്റിൻ്റെ യൂനെക്ക് എന്ത് രസമായിട്ടാണ് വന്നേക്കണേന്ന് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ കൂടിയാണ് ഞാൻ കിഡ്സിൻ്റെ ഫ്രോക്ക്, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ച് കുറച്ചും കൂടി ഒരു റെഫറൻസ് ആയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക ദീപ ജോണിൻ്റെ സ്റ്റിച്ചിങ് സീരീസ് ഉണ്ട്. ക്രാഷ് കോഴ്സിൻ്റെ സ്റ്റിച്ചിങ് സീരീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നല്ലൊരു ചാനലാണ് കേട്ടോ. കുട്ടികളുടെ കാര്യങ്ങളും കുട്ടികളുടെ സാധനങ്ങളും ഒക്കെ, ബേബി ബൂട്ടീസ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ നല്ല രസമായിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. അതൊക്കെയാണ് ഞാൻ കൂടുതലും പഠിച്ചേക്കണം, അത് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റർനെറ്റിൽ ഒരുപാട് അവൈലബിൾ ആണല്ലോ യൂട്യൂബിൽ. പിന്നെ ബാക്ക് പാനലാണ് അടുത്തതായിട്ട് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യുന്നത്, അതായത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ആകെയുള്ളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം 1 ഇഞ്ച് വിടുക. ഫോൾഡിൽ നിന്ന് 1 ഇഞ്ച് വിട്ട ശേഷം നമ്മുടെ പാനൽ വയ്ക്കുക. ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ തുണിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് ശേഷം ഇത് ട്രേസ് ഔട്ട് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായി തയ്ക്കുന്നവർക്ക്, ഞാനൊക്കെ ആദ്യമായി തയ്ച്ചു തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ അങ്ങ് നമ്മളും ശ്രദ്ധിക്കുമല്ലോ. ഇപ്പം യൂനെക്ക് എന്നൊക്കെ പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയൊക്കെ തോന്നി ചെയ്യുന്നതാണ്. ഇപ്പം കണ്ടോ എന്ത് നല്ല നെക്കാണ് വന്നിരിക്കുന്നത് നോക്കിയാൽ. ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. ഈ ആരോ മാർക്ക് ഇട്ട പോയിന്റ് കണ്ടോ, അവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട, ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരുപാട് കുറച്ചെടുക്കുകയാണ്. അതായത് 1 ഇഞ്ച് ഒക്കെ മതി എന്നുണ്ടെങ്കിൽ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഷോൾഡർ വീണ് പോകാൻ സാധ്യതയുണ്ട്. ഫ്രോക്കിൻ്റെ ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. അടുത്ത സ്കേർട്ടിൻ്റെ ഡ്രാഫ്റ്റിംഗ് ആണ്. ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇത്രേ ആവശ്യമുള്ളൂ സ്കേർട്ടിന്, അല്ലേ? അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചസ് പ്ലസ് ഒരു 2.5 ഇഞ്ച് സീം അലവൻസ് ഇടുക താഴേക്ക്. പിന്നെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ട് ഇൻറ്റു 3. അതായത് നല്ല ഫ്ലെയറുള്ള ഫ്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3. അപ്പോൾ അത് നമുക്ക് കട്ടിങ് വീഡിയോയിൽ കാണാം.
സോ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി സ്വിങ്.